നമസ്കാരം, ഏവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രദിൻ വി പോത്തൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്തെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് വരുന്ന വസ്തുതകളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് വരാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ആർട്ടിക്കിൾ 40 വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അടുത്ത വരുന്ന ഏതാണ്? 41ാമത്തെ ആർട്ടിക്കിളാണ്. അപ്പൊ 41ാമത്തെ ആർട്ടിക്കിൾ എങ്ങനെയാണ് ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ചില അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതു സഹായത്തിനും ഉള്ള അവകാശം. ഇങ്ങനെയാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ എന്ന രീതിയിൽ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് വായിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആശയമൊന്നും മനസ്സിലാകണമെന്നില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറയാം. ഇവിടെ അർത്ഥമാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടത്. കാരണം ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പം ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത്, ഈ പറയുന്ന മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവിൽ എന്താണ്? വെൽഫെയറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ജനക്ഷേമം ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ജനങ്ങൾക്ക് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമുള്ള അവസരം അല്ലെങ്കിൽ അവകാശം സർക്കാർ ഒരുക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. കാരണം ഈ ഭരണഘടനയിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് എഴുതിയിരിക്കുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലിലാണ്. അപ്പം മലയാളത്തിലാണെന്ന് വെച്ച് മലയാളത്തിൽ വായിച്ചാലും അതിന്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല. അതിനെ ഒരു ഇന്റർപ്രറ്റ് ചെയ്താലേ അതിന്റെ റിയൽ മീനിങ്ങിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന സെന്റൻസുകൾ അതേ രീതിയിൽ ഭരണഘടനയിലുള്ള കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ജനങ്ങൾക്ക് ക്ഷേമം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവസരം സർക്കാർ ഒരുക്കി കൊടുക്കണം. അതെന്തായാലും സർക്കാർ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം സർക്കാർ നൽകുന്നുണ്ട്. ബാക്കിയുള്ളതിന്റെ കാര്യത്തിലും ഈ പറയുന്ന സർക്കാർ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഓക്കെ, അതൊരു കാര്യം. രണ്ടാമത് പറയുന്നു, ഈ പറയുന്ന ജോലിക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന്. ഇപ്പം എല്ലാവർക്കും ജോലി കൊടുക്കുക എന്ന് പറയുന്ന സർക്കാരിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് പോസിബിൾ അല്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, ജോലി കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് തൊഴിലില്ലായ്മ വേതനം നൽകണം എന്ന് പറയുന്നുണ്ട്. ഇനി ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് ജോലി ചെയ്യാൻ സാധിക്കണമെന്നില്ല. അംഗപരിമിതരായിട്ടുള്ളവര്, പ്രായമായിട്ടുള്ളവര്, അങ്ങനെയുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റു പല കാര്യങ്ങൾ, അതായത് അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പെൻഷനുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകണമെന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെയാണ് ആർട്ടിക്കിൾ 41ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്താണ്. അപ്പം ഇത്രയും മാത്രം അവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈ പറയുന്ന തൊഴിലില്ലായ്മ വേതനം, അതുപോലെ ഈ പറയുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഈ പറയുന്ന പ്രായമായവർക്കുള്ള ഈ പറയുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, ഇവയൊക്കെ നൽകുന്നതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആധാരം ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏത്? 41ാമത്തെ ആർട്ടിക്കിൾ എന്ന കാര്യം ഓർത്തിരിക്കുക. നമുക്കറിയാം, ഇപ്പം ഈ സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ആർട്ടിക്കിളിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷനുകളൊക്കെ അനുവദിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ഏതാണ്? 41 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അവിടെ പറയുന്നുണ്ട്, വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമുള്ള അവസരം ഒരുക്കി കൊടുക്കണം, സർക്കാർ ഒരുക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. 42ാമത്തെ ആർട്ടിക്കിൾ. അപ്പൊ 41ന്റെ അകത്ത് പറഞ്ഞു ഈ പറയുന്ന തൊഴിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അടുത്ത ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നുണ്ട്, തൊഴിൽ കിട്ടിയാൽ മാത്രം പോരാ, ആ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യവും അതിനോടൊപ്പം മറ്റു കാര്യങ്ങളും വേണം. ഇപ്പം നമുക്കൊരു ജോലി തന്നു ഗവൺമെന്റ്. ഇപ്പം ജോലി തന്നു, ജോലിക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കാൻ കസാറയോ നമുക്ക് ഉപയോഗിക്കാൻ മേശയോ ഇല്ല. അപ്പം നമ്മളത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണോ? ആവശ്യമില്ല. നമുക്കൊരു ജോലി നൽകുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ആരൊരുക്കി തരണം? സർക്കാർ ഒരുക്കി തരണം. അതാണ് 42ന്റെ അകത്ത് പറയുന്നത്. ജോലിക്ക് നീതിപൂർവവും മനുഷ്യോചിതവുമായിട്ടുള്ള വ്യവസ്ഥകൾ വെക്കുക. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് പ്രസവ സംബന്ധമായ ആശ്വാസത്തിനുള്ള
അവകാശം അല്ലെങ്കിൽ വ്യവസ്ഥ. ഇത് വരുന്ന ആർട്ടിക്കിളാണ് ഏത്? 42. അതായത് ജോലി തന്നാൽ പോരാ, ജോലി ചെയ്യാനുള്ള മറ്റു സാഹചര്യങ്ങൾ കൂടി. അതായത് ഇപ്പം ഒരു ജോലി സ്ഥലത്ത് നമ്മളെ നിയമിക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്ഥലമായിരിക്കണം, വെളിച്ചവും ഈ പറയുന്ന വായു കയറുന്ന സ്ഥലമായിരിക്കണം, ഒരു മനുഷ്യത്വ രീതി നമ്മളെ കണക്കാക്കി വേണം നമ്മളെ അവിടെ നിയമിക്കാൻ. അപ്പം ജോലിയിൽ ഈ പറയുന്ന നീതിപൂർവമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കി തരണം സർക്കാർ. അതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ശാരീരിക ഘടനയുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന പ്രസവവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 42 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രത്യേക നിയമമാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറയുന്ന പ്രസവ ആനുകൂല്യ നിയമം. ആ നിയമം വരുന്നത് ഈ ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഇന്ത്യയിൽ പ്രസവ ആനുകൂല്യ നിയമം വരുന്ന വർഷമാണ് 1961. സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്ന നിയമമുണ്ട്, അത് വരുന്നതും 61-ലാണ്. അതേ വർഷം തന്നെയാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടും ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. അതിന്റെയും അടിസ്ഥാനം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 42 എന്ന കാര്യം ഓർത്തിരിക്കുക. ക്ലിയർ ആയി കാണുമല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. അടുത്തത് 43-ാമത്തെ ആർട്ടിക്കിളാണ്. 43-ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്ന വസ്തുതയാണ് ഓർത്തിരിക്കേണ്ടത്. ഇതാണ് കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആരാണ്? സർക്കാരാണെന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് സർക്കാർ ഈ പറയുന്ന ചെറുകിട വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനം ഈ ഒരു ആർട്ടിക്കിൾ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിന് വരുന്ന ഒരു സബ്സെക്ഷനാണ്, അതങ്ങ് ഓർത്താൽ മതി, 43B. 43B ഇതിന്റെ ഒരു സബ്സെക്ഷനാണ്. അവിടെ പറയുന്ന കാര്യമാണ് സഹകരണ സംഘങ്ങളുടെ ഉന്നമനം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, സഹകരണ സംഘങ്ങളുടെ പ്രോത്സാഹനം അത് സർക്കാർ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. ഈ സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത് 43B-ക്കകത്താണ്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾ ചേർക്കുന്നത് ഏത് ഭേദഗതി പ്രകാരമാണ്? 2011 നടക്കുന്ന 97-ാം ഭേദഗതി പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക. 2011 വരുന്ന 97-ാം ഭേദഗതി പ്രകാരമാണ് ഈ ഒരു ആർട്ടിക്കിൾ ഭരണഘടനയിൽ ചേർക്കുന്നത് എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. 44-ാമത്തെ ആർട്ടിക്കിൾ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ആർട്ടിക്കിളുമാണ് 44. എന്താണ്? ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത നിയമ വ്യവസ്ഥ, അത് നടപ്പാക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 44 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗോവ എന്ന കാര്യം ഓർത്തിരിക്കുക. യൂണിഫോം സിവിൽ കോഡ് വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഗോവ എന്ന് ഓർത്തിരിക്കുക. അപ്പം ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ വരും, ഇന്ത്യയിൽ ഈ പറയുന്ന ഏകീകൃത നിയമം അല്ലേ എന്ന്. ഇന്ത്യയിൽ 99% ഏകീകൃത നിയമം തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ഈ പറയുന്ന വ്യത്യസ്ത നിയമങ്ങൾ ആൾക്കാരുടെ ഇടയിൽ നിലവിലുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറയുന്ന മതവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയിലെ ഈ പറയുന്ന ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഓരോ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട മാരേജ് ആക്ട് ഉണ്ട്. അപ്പം ആ വിഭാഗത്തിൽ വരുന്ന ആൾക്കാരുടെ വിവാഹം ആ നിയമപ്രകാരമാണ് നടക്കുന്നത്. പക്ഷെ ഈ പറയുന്ന ഇന്ത്യയിലെ എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന വ്യത്യസ്ത നിയമങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ മാറ്റി എല്ലാവർക്കും ഒറ്റ നിയമം, അതായത് പൊതുവിൽ ഒരു വിവാഹ നിയമം, അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അത്. ഇനി അതുപോലെ തന്നെ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ടും ഓരോ കമ്മ്യൂണിറ്റി അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതെല്ലാം മാറ്റി പൊതുവിൽ ഒറ്റ നിയമം, ഈ നിയമം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ നടപ്പാക്കണമെന്നാണ് യൂണിഫോം സിവിൽ കോഡിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിയമം നടപ്പാക്കാനുള്ള ചില നടപടികളൊക്കെ സർക്കാർ എടുക്കുന്നുണ്ട്. അത് എന്ന് നിലവിൽ വരും എന്ന് നമുക്കറിയത്തില്ല. അപ്പം ആ ഒരു നടപടികളൊക്കെ വരുന്നതിന്റെ അടിസ്ഥാനം ഈ ഒരു ആർട്ടിക്കിളാണ്. അപ്പം എല്ലാവർക്കും ഒറ്റ നിയമം എന്നുള്ളതാണ് 44-ാമത്തെ ആർട്ടിക്കിളിന്റെ അകത്തെ ഏകീകൃത സിവിൽ കോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോവയാണ്. അവിടെയും അത് പൂർണ്ണമാണെന്ന് പറയാൻ പറ്റത്തില്ല, അവിടെയും അതിൻ്റെ അകത്തും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പൊതുവിൽ നമുക്ക് പറയാം ഗോവയാണെന്ന് പറയാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പം ആ ഒരു വസ്തുത കൂടി ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. അപ്പൊ അടുത്ത ആർട്ടിക്കിൾ ഏതാണ്? 45-ാമത്തെ ആർട്ടിക്കിളാണ്. 45-ാമത്തെ ആർട്ടിക്കിൾ. അപ്പൊ 45-ാമത്തെ ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്നു 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും.
എത്രയാണ്? 6 വയസ്സിന് താഴെ, അതായത് 6 വയസ്സ് തികയാത്ത കുട്ടികളുടെ വിദ്യാഭ്യാസവും സംരക്ഷണത്തെ പറ്റിയും പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 45 ആണ്. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 21A പറഞ്ഞു എന്താണ്? 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധമായുള്ള വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്ന എത്രയാണ്? 6 വയസ്സിന് താഴെയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, കൊച്ചു കുട്ടികളുടെ സംരക്ഷണം അത് ആരുടെ ചുമതലയാണ്? സർക്കാരിന്റെ ചുമതലയാണ്. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ളതും ഇനി ആയാലും ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അംഗൻവാടികളുണ്ട്. ഈ അംഗൻവാടികൾ നിലവിൽ വരുന്നതിന്റെ അടിസ്ഥാനം ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് 45. നമുക്കറിയാം അംഗൻവാടി അല്ലെ ICDS പദ്ധതിയൊക്കെ. അപ്പൊ അതൊക്കെ അതിലൂടെ നടപ്പാക്കുന്ന എന്താണ്? കൊച്ചുകുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കൊച്ചുകുട്ടികൾ എന്ന് പറയുമ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ട പോഷക ആഹാരം നൽകുന്നു, അവർക്ക് വേണ്ട വിദ്യാഭ്യാസവും മറ്റുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നത് എന്തിലൂടെയാണ്? അംഗൻവാടി പദ്ധതികളിലൂടെയൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഇന്ത്യയിൽ നടപ്പാക്കുന്നതിന്റെ അടിസ്ഥാനം ഏത് ആർട്ടിക്കിളാണ്? 45 ആർട്ടിക്കിൾ എന്ന കാര്യം കൂടി ഇവിടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ അംഗൻവാടി മറ്റു പദ്ധതികളൊക്കെ വരുന്നതിന്റെ അടിസ്ഥാനം ഏത് ആർട്ടിക്കിളാണ്? 45. അതിൽ പറയുന്നു 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസത്തെ പറ്റിയുമാണ് പറയുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കണം. ഇപ്പോഴാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് 6 എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അകത്ത് ഈ പറയുന്ന 6 തൊട്ട് 14 വരെ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ 86 ഭേദഗതി പ്രകാരം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് വരുന്നതോടുകൂടിയാണ് ഇവിടെ ഈ പറയുന്ന 6 തൊട്ട് 14 എന്നുള്ളത് മാറ്റി 6 വയസ്സ് വരെ ആക്കിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. ക്ലിയർ ആയി കാണുമല്ലോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് വരാം. 46 ആർട്ടിക്കിൾ. എത്രാമത്തെയാണ്? 46 ആർട്ടിക്കിൾ. അപ്പൊ 46 ആർട്ടിക്കിളിൻ്റെ അകത്ത് പറയുന്ന കാര്യമാണ് ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസവും സാമ്പത്തികപരമായിട്ട് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ദുർബല വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം SC/ST പോലുള്ള വിഭാഗങ്ങൾ, അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 46 എന്ന കാര്യം ഓർത്തിരിക്കുക. SC/ST വിഭാഗത്തിൽ വരുന്ന ആൾക്കാർക്ക് റിസർവേഷൻ നൽകുക, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസത്തിനും ജോലിക്കും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വരുന്ന സമയത്ത് അവർ സ്കോളർഷിപ്പ് നൽകുക, അവരുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ നയങ്ങൾ കൊണ്ടുവരിക, ഇവയൊക്കെ ചെയ്യേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 46 എന്ന് ഓർത്തിരിക്കുക. അപ്പൊ SC/STയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഏത്? 46 ആർട്ടിക്കിൾ എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആർട്ടിക്കിൾ കൂടി വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.